ഹലോ എവ്രി വൺ, വെൽക്കം ടു ജസ്റ്റ് ഫാം ജാം. ഇന്ന് ഞങ്ങളൊരു സാറ്റർഡേ ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. പിള്ളേരുമായിട്ട് പൂളിലൊന്ന് വന്നിരിക്കുക. രാവിലെ മുതൽ രണ്ടുപേരും എൻ്റെ പുറകെ മമ്മി സ്വിമ്മിംഗ് പൂളിലൊന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടേട്ടനില്ലാതെ ഞാൻ കൊണ്ടുവരില്ല എന്ന് അവർക്കും അറിയാം. 2-3 ദിവസമായി ഞാൻ അവരെ പറ്റിക്കുക. ഇവിടെയാണെങ്കിൽ 2-3 ദിവസമായിട്ട് നല്ല മഴ, എങ്ങനെ കൊണ്ടുവരാനാ? അതുകൊണ്ട് പിന്നെ എന്തായാലും ഡാഡി വന്ന പാടെ തന്നെ രണ്ടുപേരും പിടികൂടി ഡാഡീനെയും വിളിച്ചുകൊണ്ട് ഇതേ വന്നു. ഏതായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ പിള്ളേരുടെ കൊതിയും മതിയൊക്കെ മാറി ദേ വീട്ടിൽ പോവുക. വീട്ടിൽ ചെന്നിട്ട് വേണം നല്ല അടിപൊളി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ചായ കൂടി ഒന്ന് സ്കിപ്പ് ചെയ്തായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസിപ്ലിൻ വേണമെന്ന് കരുതിയ. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടേട്ടൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 7 o'clock ആകുമ്പോഴൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചായയും സ്നാക്സും ഒക്കെ റെഡിയാക്കി വെക്കും. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 9:30-10 മണി വരെ വിശക്കില്ല. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കും. അപ്പോൾ ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. ഇന്ന് എന്തായാലും പക്ക ഒരു ചായ കുടിച്ചിട്ടേ വേറെ പരിപാടിയുള്ളൂ. അപ്പോൾ ഈ ചായ കുടിക്കാതിരുന്നിട്ട് ഒരാഴ്ച എന്തൊരു തലവേദനയായിരുന്നു എന്നറിയാമോ? ആദ്യത്തെ 2-3 ദിവസം സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര ടെൻഡൻസി ആയിരുന്നു. പിള്ളേർക്ക് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തിളപ്പിക്കാനായിട്ട് എടുക്കുമ്പോൾ ചായ ഉണ്ടാക്കാൻ തോന്നുമായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് ആസ്വദിച്ച് ചായ കുടിക്കുകയാണ്. പ്ലസ് ഇന്ന് ഒരു വെബ് സീരീസ് കാണുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഇതൊരു കൊറിയൻ വെബ് സീരീസാണ്. ഇതിൻ്റെ പേര് ഏജൻറ്റ് കിം റീആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് എവറി ഫ്രൈഡേ സാറ്റർഡേ ഇന്ത്യയിൽ 6:20 PM സ്ട്രീം ചെയ്യും. നല്ല അടിപൊളി വെബ് സീരീസാണ്. ഞങ്ങളിതിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് കാണാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് വീക്കും കൂടിയേ ഉള്ളൂ. ക്ലൈമാക്സ് എപ്പിസോഡ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല എൻഗേജിങ് ആണ് ആൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി വർത്ത് വാച്ചിങ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഡബിൾ ഹോൾസിൻ്റെ കുറച്ച് അരിപ്പൊടി കഴിക്കേണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് ഉപ്പും തേങ്ങയും പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചുണ്ടാക്കുവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ആണെന്നുള്ളത്. പിള്ളേർ ഇന്ന് ഇത് തന്നെ കഴിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അവർ ചോറാണ് കഴിക്കാറ് രാത്രി. പക്ഷേ ഇന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഇച്ചിരി ടയേർഡാണെന്ന് തോന്നുന്നു. പിന്നെ 2-3 പ്രാവശ്യം കറണ്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉറങ്ങിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിക്കാനിരിക്കുവാണെങ്കിൽ കുറേ ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് കരുതിയാവും. അപ്പോൾ അവരിത് കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് വെച്ചു. കാരണം നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ളതല്ലേ. അപ്പോൾ രാത്രി ഇച്ചിരി ചൂട് പാലും കൊടുക്കുകയാണ്. വൈകുന്നേരം കുടിച്ചില്ലായിരുന്നു അവർ. നല്ല ഉറക്കം കിട്ടും. അപ്പോൾ അവരുടെ ഡിന്നർ പരിപാടി നടക്കുകയാണ്. ഇനി അത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. സാധാരണ സ്റ്റീവി അങ്ങനെ സ്പൈസി ഒന്നും കഴിക്കില്ലാത്തതാണ്. പക്ഷേ ഇന്ന് എന്തോ വീഡിയോ എടുക്കണോണ്ടാണോ എന്നറിയില്ല, എനിക്കും ഇടുന്നു പറഞ്ഞു. അങ്ങനെ അവന് ഇട്ട് കൊടുത്തു. അവൻ കഴിക്കുകയും ചെയ്തു കേട്ടോ. അവൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. മിടുക്കനായിട്ട് കഴിച്ചു. ജൂജു പിന്നെ ചിക്കൻ, ഏത് വെറൈറ്റി ഓഫ് ചിക്കൻ എന്തായാലും അവൾക്ക് ഇഷ്ടമാണ്. അവൾ മിടുക്കിയായിട്ട് കഴിച്ചോളൂ. അവളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഇന്ന് അപ്പം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, രണ്ടുപേരും നല്ല ഫാസ്റ്റായിട്ട് കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ ചോറായിരുന്നെങ്കിൽ ഇപ്പോഴും വായിൽ വെച്ചുകൊണ്ടിരുന്നേനെ. ഇനിയിപ്പോൾ ഞങ്ങളും കഴിക്കാനിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സാറ്റർഡേ മിനി വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സ്റ്റീവി.